തിരുവനന്തപുരത്ത് വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഓഫീസ് ഒഴിയണമെന്ന കൗൺസിലർ ആർ. ശ്രീലേഖയുടെ ആവശ്യത്തെ ചൊല്ലിപ്പോര്. ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് വി.കെ. പ്രശാന്ത് എം.എൽ.എ. ആവശ്യമുന്നയിച്ചത് സൗഹൃദ സ്വരത്തിലെന്ന് ആർ. ശ്രീലേഖ. തർക്കത്തിനിടെ നാടകീയ സംഭവങ്ങൾക്കാണ് ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസ് വേദിയായത്. കഴിഞ്ഞ ദിവസമാണ് വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിനെ ഫോണിൽ വിളിച്ച് ഓഫീസ് ഒഴിയാൻ തിരുവനന്തപുരം കൗൺസിലറായ ആർ. ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ശ്രീലേഖ കൗൺസിലറായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്താണ് വട്ടിയൂർക്കാവ് എം.എൽ.എയുടെ ഓഫീസ്. എം.എൽ.എ. ഓഫീസിനോട് ചേർന്നാണ് കൗൺസിലറുടെ ഓഫീസും കാലങ്ങളായി പ്രവർത്തിക്കുന്നത്. കൗൺസിലറുടെ ഓഫീസിന് സ്ഥലപരിമിതി പോരെന്നാണ് ആർ. ശ്രീലേഖയുടെ വാദം. സഹോദരനെ പോലെ കണ്ടാണ് ആവശ്യമുന്നയിച്ചതെന്നും ശ്രീലേഖ പറയുന്നു. ഞാൻ എം.എൽ.എയുടെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആരോടും സംസാരിച്ചിട്ടല്ല, ഞാൻ എം.എൽ.എയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. എന്നാൽ ആവശ്യം തള്ളിയ വി.കെ. പ്രശാന്ത് ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. പ്രധാന കേന്ദ്രത്തിൽ ഓഫീസ് എടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ശാസ്തമംഗലത്ത് എടുത്തത്. കാരണം നമ്മുടെ 26 വാർഡുകളിലെയും ആളുകൾക്ക് വരാനുള്ള ഗതാഗത സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ ഓഫീസ് എടുക്കേണ്ടത്. ഇരുവരുടെയും ആവശ്യം പരിഗണിക്കുമെന്നാണ് മേയർ വി. രാജേഷ് വ്യക്തമാക്കുന്നത്. നോക്കട്ടെ എന്താണ് നോക്കട്ടെ. എം.എൽ.എ. പറഞ്ഞ കാര്യങ്ങളും ഞാൻ പരിശോധിക്കട്ടെ. എൻ്റെ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണട്ടെ. വാക്പോര് തുടരുന്നതിനിടെ വി.കെ. പ്രശാന്തിന്റെ ഓഫീസിലേക്ക് ശ്രീലേഖ കയറി ചെന്നു. നാടകീയമായിരുന്നു പിന്നീടുള്ള രംഗങ്ങൾ. കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനപ്രകാരമാണ് മുൻ മേയർ കൂടിയായ വി.കെ. പ്രശാന്തിന് എം.എൽ.എ. ഓഫീസിനായി മുറി നൽകിയത്. അടുത്ത വർഷം മാർച്ചിലാണ് കരാർ കാലാവധി അവസാനിക്കുക. ബി.ജെ.പി. അധികാരം പിടിച്ചതോടെ കരാർ റദ്ദാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.